നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ മാടായി ക്ഷേത്രഭൂമിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പലസ്തീൻ പ്രതിഷേധത്തിൽ വിവാദമേറുന്നു. NIA അന്വേഷിക്കണമെന്ന് BJP. രാജ്യദ്രോഹ കേസെടുക്കാത്തത് പോലീസിന്റെ ഒത്തുകളിയെന്നും ആക്ഷേപം. കേസുകൾ നിയമപരമായി നേരിടുമെന്ന് സംഘാടകരായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദത്തിലും പോലീസിനെതിരെ BJP. പീച്ചിയിലും കുന്നംകുളം മോഡൽ പോലീസ് മൂന്നാം മുറ. ഹോട്ടലിലെ തർക്കം തീർക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ജീവനക്കാരെ SI മർദ്ദിച്ചു. ഒത്തുതീർപ്പിന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി. മറ്റൊരു SIക്ക് തന്നോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമെന്ന് ഹോട്ടലുടമ ന്യൂസ് 18നോട്. കുന്നംകുളത്തെ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ്. ആലപ്പുഴ DYSP കാൽപാദം അടിച്ചുപൊളിച്ചെന്ന് വെളിപ്പെടുത്തി മുൻ SFI നേതാവും രംഗത്ത്. ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നുവെന്നും പ്രശാന്ത്. മനുഷ്യാണാം മനുഷ്യത്വം. നരജാതിയിൽ പിറന്നവർക്ക് ഒരു ജാതി, മനുഷ്യജാതി. മനുഷ്യന് ഒരു മതം, മനുഷ്യത്വം. ലോകത്തോളം പ്രകാശം പരത്തി നിൽക്കുന്ന മഹാഗുരുവിന് ഇന്ന് ജയന്തി. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ശിവഗിരിയിൽ തിരുജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചെമ്പഴന്തിയിൽ ജയന്തി ആഘോഷം വൈകിട്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. സമഗ്ര കവറേജ് ന്യൂസ് 18. ആരാധകർ ആഘോഷമാക്കി മമ്മൂട്ടിയുടെ പിറന്നാൾ. ദൈവത്തിനും എല്ലാവർക്കും നന്ദിയെന്ന് മമ്മൂട്ടി. അർദ്ധരാത്രിയിൽ വീടിന് മുന്നിൽ ആശംസയുമായി വന്നവരോട് ഫോണിൽ മറുപടി നൽകി താരം. തീരുവ യുദ്ധത്തിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ മഞ്ഞുരുകുന്നു. മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയേറി. സാഹചര്യം മെച്ചപ്പെട്ടാൽ മോദി അമേരിക്ക സന്ദർശിക്കും. ഇന്ത്യയിലേക്ക് പുറം ജോലി കരാർ നൽകുന്നത് നിർത്താൻ അമേരിക്കൻ IT കമ്പനികളോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കണ്ണൂർ മാടായിപ്പാറയിൽ ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ കേസ്. GIOയുടെ 30 പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമാണ് GIO. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. തിരുവോണ ദിവസമാണ് ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിൽ അനുമതിയില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIO പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചത്. ദേവസ്വം ഭൂമിയിൽ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ മനഃപൂർവ്വം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. വിഷയം BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അതീവ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണണമെന്നും ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി 30ഓളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. വകുപ്പ് തല അന്വേഷണം വേണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ BJP ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുകൂടി ഈ അവസരം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂൾ ബസ്സിലാണ് പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രവർത്തകരെ മാടായിപ്പാറയിൽ എത്തിച്ചത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ 30 GIO പ്രവർത്തകർക്കെതിരെയാണ് കേസ്. BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം മാടായിപ്പാറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. അതേസമയം തങ്ങൾ ഒത്തുചേർന്ന സ്ഥലം ദേവസ്വം വകയാണോ എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് GIO നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലെ പലസ്തീൻ അനുകൂല പരിപാടിയിൽ NIA അന്വേഷണം വേണമെന്ന് BJP. പോലീസ് ഒത്തുകളിക്കുകയാണ്. അതിനാലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താത്തതെന്നും BJP ആരോപിച്ചു.
ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ സംഘടന എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രചരണം പരിപാടി നടത്തുന്ന സമയത്ത് അതിന്റെ പുറകിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. ഞങ്ങൾ പറയുന്നത് ഇത് NIA പോലുള്ള സംഘടനകൾ അന്വേഷിക്കണം. ഇതിന്റെ പുറകിലുള്ള കണ്ടുപിടിക്കണമെങ്കിൽ NIA പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന സംഘടനയുടെയും അഥവാ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ പിന്മുറക്കാരായ ആളുകളാണിവർ. അപ്പൊ അതിനെപ്പറ്റി അന്വേഷണം നടത്തണം. ആരാണ് ഇവരെ അയച്ചുവിട്ടിട്ടുള്ളത്? എന്തിനാണ് സ്കൂൾ ബസ് ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പോകുന്ന ബസ് പോലും ഉപയോഗിച്ചിട്ട് അവിടെ വരികയും അവിടെ ആ കേന്ദ്രം തെരഞ്ഞെടുക്കുകയും ചെയ്ത് എന്തിന്റെ ആശയത്തിന്റെ പേരിലാണ്? അവിടെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേസമയം പോലീസ് കേസെടുത്തത് സംശയാസ്പദമാണെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും GIO കേരള സംസ്ഥാന പ്രസിഡന്റ് ഷിഫാന ബിൻത് സുബൈർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ വിവിധ ഹൈന്ദവ സംഘടനകളും BJPയും പ്രതിഷേധ മാർച്ച് നടത്തും. കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് RSS പ്രവർത്തകർക്കുൾപ്പെടെ കേസെടുത്തത്. എന്നാൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൂക്കളത്തിലെ 50 മീറ്റർ മാറിയുള്ള ഛത്രപതി ശിവജിയുടെ ചിത്രവും കലാപം സൃഷ്ടിക്കാനാണെന്ന് FIRൽ പറയുന്നു. എന്നാൽ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് FIRൽ പറഞ്ഞിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം കേസെടുത്ത നടപടിക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കാസർഗോഡ് നടന്ന ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പോലീസ് സ്വമേധയാ കേസെടുത്തു. രമേശൻ, പവൻകുമാർ, സൂരജ്, ദിനേശൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും മതിയായ സുരക്ഷാ മാർഗങ്ങൾ എടുക്കാതെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തുവെന്ന് കാസർഗോഡ് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നബിദിന റാലിക്കിടയിൽ റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടുവെന്ന പരാതിയിൽ 200 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. മാണിക്കോത്ത് ജമാഅത്ത് കമ്മിറ്റിയുടെയും ആറങ്ങാടി ജമാഅത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്കിടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 മണി വരെ നടത്തിയ റാലിക്കിടെ കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷന് സമീപത്താണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതെന്ന് ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പറയും. ഭരണഘടനാ ബെഞ്ച് ശബരിമല വിഷയം പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടെടുക്കണമെന്ന് ആലോചിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. തെരഞ്ഞെടുപ്പ് വർഷം പരിപാടി നടക്കുന്നു എന്നത് മാത്രമാണുള്ളതെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതുതന്നെയല്ലേ ഞങ്ങളുടെ സത്യവാങ്മൂലം, അതുതന്നെയല്ലേ സർക്കാരിന്റെ സത്യവാങ്മൂലം, അതുതന്നെയല്ലേ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം. അതിനപ്പുറം എന്താ വേണ്ടത്? അപ്പൊ എങ്ങോ ഇനി ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. പരിശോധിക്കട്ടെ, ആ സമയത്തല്ലേ. കുന്നംകുളം സംഭവത്തിന് പിന്നാലെ PG പോലീസ് സ്റ്റേഷനിൽ SHOയും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ജീവനക്കാരെ PG പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI PM രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നത്. കേസ് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനാണ് ഹോട്ടലുടമ ഔസേപ്പിന്റെ വീട്ടിലെത്തി പണം വാങ്ങിയത്. ഹോട്ടലിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. കേസിൽ പോലീസ് വലിയ തോതിൽ ഒത്തുകളി നടത്തിയെന്നും ഗ്രേഡ് SI ജയേഷിന് തന്നോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും ഔസേപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. 5 ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവനക്കാരെ മർദ്ദിച്ചു.
അപ്പോ നമുക്ക് പണനഷ്ടവും മാനഹാനിയുമാണ് നമുക്ക് കിട്ടിയ ഫലം. ഇവന് കിട്ടിയത്, ഈ മർദ്ദിച്ച SIക്ക് കിട്ടിയത് പാരിതോഷികം, ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ആക്കി. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിൽ കടവന്തറ സ്റ്റേഷനിൽ ഇദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ക്രമസമാധാന പാലനം നടത്തുന്നു. ഈ മർദ്ദിച്ച രതീഷ്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കുറ്റക്കാരനാണ്, കൃത്യവിലോപം നടത്തി, ഗുരുതരമായ കൃത്യവിലോപം നടത്തി പോലീസ് സേനയ്ക്ക് ദുഷ്പേരുണ്ടാക്കിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ റിപ്പോർട്ട്, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു സ്റ്റീഫന്റെ റിപ്പോർട്ട്, കമ്മീഷണർ റിപ്പോർട്ട്, DIG മിസസ് അജിത ബീഗത്തിന്റെ റിപ്പോർട്ട്, IG നോർത്ത് സോൺ IG സേതുറാമിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇവനെതിരായിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കെ ഈ 1.5 വർഷമായിട്ട് 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യോ, പ്രൊമോഷൻ കട്ട് ചെയ്യോ, സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവന് എന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവര് ഇവനെ സംരക്ഷിക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതേസമയം മർദ്ദനം നടത്തിയ SI രതീഷ് അവധിയിൽ പ്രവേശിച്ചു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. 2023 പീച്ചി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രകാരം അവിടേക്ക് എത്തിയ ഈ പരാതി എന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് എത്തിയ 2 പേർക്ക് നേരെയും അതോടൊപ്പം തന്നെ അതൊരു ഹോട്ടൽ ഉടമകളായിരുന്നു, അവരുടെയും അവരുടെ ജീവനക്കാർക്ക് നേരെയും നടത്തിയ വലിയ രീതിയിലുള്ള ആക്രോശങ്ങളും അതിക്രമങ്ങളുമാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. ഇത് 2023 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അവിടെയുണ്ടായിരുന്ന ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ 2 പേർ ആ ഹോട്ടലിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നിലവാരമില്ലായ്മയെക്കുറിച്ച് പരാതി പറയുകയും ചെയ്തിരുന്നു. തൃശ്ശൂർ പട്ടിക്കാടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഇത് വലിയൊരു വഴക്കിലേക്ക് നീങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനായിട്ട് അവരുടെ പരാതി പ്രകാരം ചെല്ലാനായിട്ട് ആവശ്യപ്പെടുകയും ഇതിനിടയിൽ ഈ പരാതിക്കാർ തങ്ങളെ ഹോട്ടൽ ജീവനക്കാർ ഉപദ്രവിച്ചു എന്ന് കാണിച്ചുള്ളൊരു പരാതി നൽകുന്നത് വ്യാജമാണെന്നാണ് ഹോട്ടൽ ഉടമയായ KP ഔസേപ്പ പറയുന്നത്. ഈ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ ചെന്ന തന്നോടും തന്നെ മകൻ പോൾ ജോസഫിനോടും അപമര്യാദയായി അന്ന് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI ആയ PM രതീഷ് അപമര്യാദയായി പെരുമാറി തങ്ങളെ വലിയ കേസുകളിൽ കൊടുക്കുമെന്നും വധശ്രമത്തിനടക്കം കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തു. മകനെ ലോക്കപ്പ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായെന്നെല്ലാം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പിക്കുന്നതിനായി 5 ലക്ഷം രൂപ വേണമെന്ന് ഈ പരാതിക്കാർ, പാലക്കാട് സ്വദേശികളായി പരാതിക്കാർ വഴി ആവശ്യപ്പെടുകയും ഈ പണം ഇയാളുടെ വീട്ടിൽ നിന്ന്, ഔസേപ്പിൻ്റെ വീട്ടിൽ നിന്ന് കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പരാതിക്കാരൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് 3 ലക്ഷം രൂപ പോലീസിന് കൈമാറാനുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഔസേപ്പ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്ന് തന്നെ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പണം വാങ്ങിയ പാലക്കാട് സ്വദേശിക്കെതിരെയും അന്ന് പേരിന് ഒരു അന്വേഷണം നടത്തി അവസാനിപ്പിക്കുകയായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ രേഖകളുടെ സഹായത്തോടു കൂടിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഔസേപ്പ പറയുന്നത് താൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകും. നിലവിൽ അത് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനടക്കം PM രതീഷിനെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് അന്വേഷിക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി തനിക്ക് അനുകൂലമാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊച്ചി കടവന്തറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഇപ്പോൾ അവധിയിലാണ്. ഇന്ന് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായ പുട്ട വിമലാദിത്യ ഇതിനോട് പ്രതികരിച്ചത് ഈ മറ്റൊരു ജില്ലയിൽ നടന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ അത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നില്ല. അദ്ദേഹം അവധിയിൽ പോയത് ഓണാവധിയാണോ അതോ അവധിയിലേക്ക് പോയതാണോ എന്ന് സംബന്ധിച്ച് തനിക്ക് അറിയില്ല. ഏതായാലും ഈ കാര്യങ്ങളിൽ മറ്റു ഇടത്താണ് അന്വേഷണം നടക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. ഏതായാലും കുന്നുംകുളം സംഭവത്തിന് ശേഷം പീച്ചി പോലീസ് സ്റ്റേഷൻ നടന്ന സംഭവം പോലീസിന് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുകയാണ്. ഇപ്പോഴത്തെ കടവന്തറ CI ഒരു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും പരാതിയിലുണ്ട്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്താണ് അത് സംബന്ധിച്ച് ഇവിടെ? അല്ല, അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും റിപ്പോർട്ടോ മറ്റോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. സംഭവങ്ങളെല്ലാം മറ്റ് ജില്ലകളാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. ഇല്ല, അത് എല്ലാ സംഭവങ്ങളും മറ്റ് ജില്ലകളാണല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അവിടെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള നടപടി എടുക്കും. അല്ലെങ്കിൽ
നമ്മളായിട്ട് എടുക്കാൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെയുള്ള നടപടി സസ്പെൻഷനിൽ ഒതുക്കാനാകില്ലെന്ന നിലപാടിൽ കോൺഗ്രസ്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. നിയമലംഘനവും കുറ്റകൃത്യവുമാണ് നടന്നിരിക്കുന്നത്. അതിനാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. സസ്പെൻഷൻ ഒരു ശിക്ഷയായി കാണാൻ കഴിയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനകത്തും പുറത്തും വെച്ച് ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മതിയാവുന്ന ഒരു ശിക്ഷാ നടപടിയല്ല. അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ അന്വേഷണ റിപ്പോർട്ട്, ഇതിന്റെ ഫയൽ വിളിച്ചു വരുത്തി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റം തെളിഞ്ഞിട്ടുള്ള കണ്ടെത്തലുള്ളത് കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ വന്ന ഈ അപാകത, ആനുപാതികമായിട്ട് ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ സസ്പെൻഷൻ എന്താണ്? സസ്പെൻഷൻ എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു ശിക്ഷയല്ല. SFI നേതാവിനും കസ്റ്റഡി മർദ്ദനം നേരിട്ടതായി വെളിപ്പെടുത്തൽ. SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ UDF ഭരണകാലത്ത് പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നി മുൻ CIയുമായ മധു ബാബു മർദ്ദിച്ചതായാണ് പരാതി. ഇയാൾ കാൽപാദം അടിച്ചു പൊട്ടിച്ചതായും കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചുപൊളിച്ചുവെന്നും ആരോപണമുണ്ട്. 6 മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നും ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തിരുവനന്തപുരം കാര്യവട്ടത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു. ഉള്ളൂർക്കോണത്ത് പുത്തൻ വീട്ടിൽ ഉല്ലാസാണ് മരിച്ചത്. പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുത്തു. കാര്യവട്ടം സ്വദേശിയായ ഉല്ലാസിനെ രാവിലെ 8 മണിയോടെയാണ് വീടിനുള്ളിൽ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉല്ലാസിന്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ തൊട്ട് സമീപത്തുള്ള വീട്ടിൽ താമസിക്കുകയായിരുന്ന ഭാര്യ ഉഷയോടാണ് മകൻ വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണെന്ന കാര്യം രാവിലെ 8 മണിയോടെ അറിയിച്ചത്. തുടർന്ന് ഇവർ വീടിനുള്ളിൽ എത്തി നോക്കുമ്പോൾ മകൻ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ പോത്തൻകോട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിലാണ് പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ തന്നെയാണ് മകൻ ഉല്ലാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചത്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിൽ അത് വാക്കേറ്റമായി മാറുകയും പിന്നീടത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ നായർ മകനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലവിലെ കണ്ടെത്തൽ. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് സാഹചര്യം ഉളവാക്കിയതായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ പണം തട്ടിപ്പ് കേസിൽ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു. എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലെ 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. മുൻ CFO സുജിത്ത് VS കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. കേസിൽ അറസ്റ്റിലായ സുജിത്ത് 2018 മുതൽ തട്ടിപ്പ് നടത്തിവരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തട്ടിപ്പിൽ കമ്പനി സ്റ്റാഫുകളായ ചിലരുടെയും അസോസിയേറ്റുകളുടെയും പങ്കാളിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഡംബര ജീവിതം, വിദേശയാത്രകൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുകയും പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച ഇവർ നേടുകയും ചെയ്തു. പ്രധാന പ്രതി സുജിത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അസോസിയേറ്റ് ബിജോ ജോസ് എംപറർ CGI എന്ന സ്ഥാപനവും കമ്പനിയിലെ സ്റ്റാഫ് ഗോഡ്സൺ ദേവസി, അസോസിയേറ്റ് കിഷോർ കുമാർ, റെയ്മോൾ എന്നിവരുമായി ചേർന്ന് ഫ്ലൈവിസ് ഓവർസീസ് എന്ന സ്ഥാപനവുമാണ് ആരംഭിച്ചത്. കൂട്ടുപ്രതികളിൽ ഒരാളായ റനീഷ് ഗോവിന്ദ് തൃശൂരിലെ കേരള നെസസിറ്റി കോഓപ്പറേറ്റീവ് അഗ്രോ പ്രോസസിംഗ് സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുമ്പോൾ സ്ഥാപനത്തിൽ രേഖപ്പെടുത്തിയ സംശയാസ്പദമായ വളർച്ചയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രേഖകളിൽ കൃത്രിമം കാണിച്ച കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടുകളും ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ ബാങ്ക് വിവരങ്ങളും മറ്റും പോലീസ് ശേഖരിച്ചു. കമ്പനിയുമായി സഹകരിച്ചിരുന്നവരും തട്ടിപ്പിന് കൂട്ടുനിന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇവരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ സുജിത്ത് പണം അയച്ചിരുന്നു. തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പിടിയിലാകുമെന്ന് മനസ്സിലായ സുജിത്ത് മാനേജ്മെന്റിനോട് തുറന്നു സമ്മതിക്കുകയും പണം തിരികെ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഇതും നടന്നില്ല. തുടർന്നാണ് സ്ഥാപനമുടമ പോലീസിൽ പരാതി നൽകുന്നത്. കേസിലെ 13 പ്രതികളിൽ 4 പേർ കമ്പനി സ്റ്റാഫുകളാണ്. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് എറണാകുളം സൗത്ത് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. അതേസമയം കൊച്ചി വിദേശ വിദ്യാഭ്യാസ തൊഴിൽ തട്ടിപ്പ് കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പുട്ട വിമലാദിത്യ. 26 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നും കമ്മീഷണർ പറഞ്ഞു.
സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അത് DCP മഹേഷ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. അതിനകത്ത് അത് ACP അന്വേഷിക്കും, ACP തൃക്കാക്കര. അതിനകത്ത് ACP മട്ടാഞ്ചേരി കൂടെ അംഗമാണ്. കേസിൻ്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്, ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഗുരുദേവ സ്മരണയിൽ ഇന്ന് ചതയം. ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരിയിൽ തിരുജയന്തി സമ്മേളനം നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദയാണ് സ്വാഗതം ആശംസിച്ചത്. ട്രഷറർ സ്വാമി ശാരദാനന്ദ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അഡ്വക്കേറ്റ് വി ജോയ് MLA, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഗുരുവിന്റെ ജന്മഗൃഹമായ വയൽവാരം വീട് ഇന്നും പഴമ ചോരാതെ സംരക്ഷിക്കുന്നുണ്ട്. വയൽവാരം വീടും ഗുരുകുലവും ശ്രീനാരായണീയരുടെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ്. ഈ വീട്ടിലായിരുന്നു 1856 ഓഗസ്റ്റ് 30 കേരള നവോത്ഥാന നായകൻ പിറവികൊണ്ടത്. വയൽവാരം വീട്. ഗുരു ബാല്യകാലം ചെലവഴിച്ച വീട് ഇന്നും പഴമ ചോരാതെ പ്രൗഢി പോകാതെ സംരക്ഷിക്കുന്നുണ്ട്. ആയിരങ്ങളാണ് ദിവസേന വയൽവാരം വീട് സന്ദർശിക്കാനെത്തുന്നത്. ചെമ്പഴന്തി ഗുരുകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഗുരുജയന്തി തന്നെ. നാട്ടിലും വിദേശത്തു നിന്നുമായി ഗുരുഭക്തർ ചതയദിനത്തിൽ ഇവിടെ എത്തും. ചെമ്പഴന്തി ഗുരുകുലത്തിൽ നിന്നുള്ള ചതയദിന ഘോഷയാത്രയും പ്രസിദ്ധമാണ്. ഈ ചെമ്പഴന്തി ഗുരുകുലം സ്ഥാപിച്ച ധർമ്മതീർത്ഥ സ്വാമിയുടെ 50ാമത്തെ സമാധി ദിനം കൂടെ വരും ഈ വർഷം. അതിൻ്റെ കൂടെ പിന്നെ 125 വാർഷിക സർവമത സമ്മേളനത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ദില്ലിയിലേക്ക് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ നടക്കുന്നുണ്ട്. അതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഗുരുകുലത്തോട് ചേർന്ന് ക്ഷേത്രവും കൺവെൻഷൻ സെന്ററും ഡിജിറ്റൽ മ്യൂസിയവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പഠിക്കാനും സംഘടിക്കാനും മാത്രമല്ല, സാധാരണക്കാരന്റെ ആരാധനയ്ക്കുള്ള അവകാശത്തിനു വേണ്ടിയും ഗുരു നടത്തിയത് വലിയ പോരാട്ടമായിരുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയായിരുന്നു അതിൽ ആദ്യം. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ 79 ക്ഷേത്രങ്ങളിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. ലെ ശിവരാത്രിക്ക് ഈ നെയ്യാറിലെ ശങ്കരൻ കയത്തിൽ മുങ്ങിയ ഗുരു ഒരു കല്ലുമായി തിരികെ കയറി. ആ കല്ല് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. ഗുരുദേവന്റെ ആദ്യ പ്രതിഷ്ഠ. അന്നോളം കേരളം കണ്ട ഏറ്റവും ധീരവും വിപ്ലവകരവുമായ സാമൂഹ്യ മുന്നേറ്റമായി അത് പിന്നീട് വാഴ്ത്തപ്പെട്ടു. നീച ജാതിബോധത്തിന്റെയും സവർണ മേധാവിത്വത്തിന്റെയും അടിത്തറ തകർത്ത ശിലയായിരുന്നു അരുവിപ്പുറത്ത് ഗുരു സ്ഥാപിച്ചത്. ജാതിക്കോമരങ്ങൾ ഗുരുദേവനെതിരെ ഉറഞ്ഞുതുള്ളി. നിങ്ങളുടെ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചതെന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. അന്ന് ഒരു വിഗ്രഹപ്രതിഷ്ഠയിലൂടെ ഗുരു മാനവരാശിയെ ശരിക്കും ഉണർത്തിയെടുക്കുവാനായിട്ട്, കാരണം അറിവിന്റെ തലത്തിലാണ് വിപ്ലവം ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗുരു ഇവിടെ എഴുതി വെച്ച ഒരു മഹിതമായ ശ്ലോകമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന്. ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന മനുഷ്യരിൽ അരുവിപ്പുറം പ്രതിഷ്ഠ ആത്മാഭിമാന ബോധം ഉയർത്തി, അവരുടെ ആത്മവിശ്വാസം കൂട്ടി. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഗുരുവിനെ കാണാനെത്തി. ആരാധനാ സ്വാതന്ത്ര്യത്തിനും പ്രതിഷ്ഠ നടത്താനുള്ള അവകാശത്തിനുമായി ഗുരു അവർക്കൊപ്പം നിന്നു. ശിവഗിരിയിൽ അറിവിന്റെ ദേവതയായ ശാരദാ പ്രതിഷ്ഠ, കാരമുക്കിൽ ദീപപ്രതിഷ്ഠ, മുരുക്കുംപുഴയിൽ ശിലാഫലകത്തിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നെഴുതിയായിരുന്നു പ്രതിഷ്ഠ. കളവങ്കോടും ഉല്ലലയിലും കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. അങ്ങനെ ആരാധനയ്ക്കും വിശ്വാസത്തിനും നാരായണ ഗുരു
പുതിയ അർത്ഥതലങ്ങൾ നൽകി. പ്രതിഷ്ഠ നടത്താനുള്ള അവകാശം കീഴ്ജാതിക്കാരനുമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അരുവിപ്പുറം. ഗുരുദേവ ജയന്തിയും ശിവരാത്രിയുമാണ് പ്രധാന ആഘോഷങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഗുരുവിന്റെ ദർശനങ്ങളെ യുക്തിയുടെയും ശാസ്ത്രീയതയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ വിശകലനം ചെയ്തത്. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ചെറായിയിലെ വീട് ഇന്ന് സംരക്ഷിത സ്മാരകമാണ്. ജാതിരഹിതവും വർഗരഹിതവുമായ ഒരു സമൂഹമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ മനസ്സിൽ എന്നുമുണ്ടായിരുന്ന സ്വപ്നം. തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ പലവട്ടം കൂടിക്കാഴ്ചകൾ നടന്നു. ഗുരുവിൻ്റെ ദർശനങ്ങൾ അത്രമേലാഴത്തിൽ അയ്യപ്പനെ സ്വാധീനിച്ചിരുന്നു. മിശ്രഭോജനം നടപ്പാക്കിക്കൊണ്ട് ജാതി വ്യവസ്ഥയ്ക്ക് വലിയ മറുപടി കൊടുക്കാൻ അയ്യപ്പന് കഴിഞ്ഞതും ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു. ഒരു ജാതി എന്ന് പറഞ്ഞ ഗുരുവും ജാതിയില്ല എന്ന് പറഞ്ഞ അയ്യപ്പനും ചൂണ്ടിക്കാണിച്ചത് ഒന്നു തന്നെയാണെന്ന് ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ടവർ അടയാളപ്പെടുത്തുന്നു. സഹോദരൻ അയ്യപ്പൻ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ഏകജാതി ദർശനം, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഗുരുവിന്റെ ആ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ജാതിപരമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായി ശക്തമായ സമരം നടത്തിയ ആളാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദര പ്രസ്ഥാനം രൂപീകരിക്കുകയും പന്തിഭോജനം പോലെയുള്ള കർമ്മ പരിപാടികളിലൂടെ വളരെ ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകജാതി ദർശനം ലോകത്തിൻ്റെ മുൻപിൽ ആവിഷ്കരിക്കുവാനായി ഈ കർമ്മ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കിയത്. സഹോദരൻ്റെ ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യർ പ്രശസ്തനായ ഭിഷഗ്വരനും വേദേതിഹാസങ്ങളിൽ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് മഠം. ശ്രീനാരായണ ഗുരു, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപ്പു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി നിരവധി മഹത് വ്യക്തികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. 1968 മാർച്ച് 6 ഹൃദ്രോഗബാധിതനായി അയ്യപ്പൻ അന്തരിക്കുന്നത്. 1985 സാംസ്കാരിക വകുപ്പ് വീടും പരിസരവും ഏറ്റെടുത്തു. ന്യൂസ് 18 കൊച്ചി. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ആലുവയിലെ അദ്വൈത ആശ്രമവും പരിസരവും. ആശ്രമത്തിനൊപ്പം സംസ്കൃത പഠനത്തിനായി ഒരു വിദ്യാലയവും ഇവിടെ സ്ഥാപിച്ചു. 1924 ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ്. പെരിയാറിൻ്റെ മറുകരെ മുഖം നോക്കുന്നു സാക്ഷാൽ പരമശിവൻ. പുഴയൊഴുകി വരുന്ന വഴിയിൽ കാലടിയിൽ ആദിശങ്കരനും. ആലുവ തൻ്റെ ആശ്രമത്തിനായി തിരഞ്ഞെടുക്കാൻ ശ്രീനാരായണ ഗുരുവിന് മറ്റ് കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ലായിരുന്നു. വർക്കലയിൽ 1912 ശാരദ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് അനുയായികളുടെ സഹായത്തോടുകൂടി ആലുവയിൽ മഠം സ്ഥാപിക്കുന്നത്. മഠത്തിനൊപ്പം സ്ഥാപിച്ച പഠനകേന്ദ്രം ഒട്ടനവധി പ്രഗത്ഭരെയാണ് സംഭാവന ചെയ്തത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെ ഗുരു അദ്വൈതാശ്രമത്തിനോട് ചേർന്നുള്ള സംസ്കൃത വിദ്യാലയത്തിൽ നിയോഗിക്കുകയും ഇവിടെ പഠിതാക്കളായി എത്തിച്ചേർന്നവരൊക്കെ തന്നെ പിന്നീട് സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയുമുണ്ടായി. മഹാനായ അയ്യൻകാളിയുടെ പുത്രി നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വരെ അലങ്കരിച്ച ആളാണ്. തൻ്റെ സമാധിക്ക് മുൻപ് ഏറിയ പങ്കും ഗുരു ചെലവഴിച്ചത് അദ്വൈതാശ്രമത്തിലായിരുന്നു. പെരിയാറിൻ്റെ ഈ ഓളങ്ങളോട് ചേർന്നുള്ള അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുവിന് ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിൻ്റെ സാമുദായിക സാംസ്കാരിക തലങ്ങളിലെല്ലാം ഇത് ചെലുത്തിയ സ്വാധീനവും ചെറുതല്ല. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 1924 സർവമത സമ്മേളനം തന്നെയാണ്. ശിവരാത്രി ദിനത്തിൽ ആശ്രമത്തിനോട് ചേർന്നുള്ള പന്തലിലായിരുന്നു ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത്. കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷവും അന്ന് കലുഷിതമായിരുന്നു.
അദ്വൈതാശ്രമത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയാൻ കഴിയുന്നത് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഇവിടെ നടന്ന സർവമത സമ്മേളനമാണ്. ആ സർവമത സമ്മേളനം ഗുരു വിളിച്ചു ചേർക്കാൻ ഇടയായ സാഹചര്യം നമുക്ക് കൃത്യമായി നിർണയിക്കാൻ കഴിയില്ലെങ്കിലും മലബാറിൽ നടന്ന കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗുരുസൂക്തങ്ങൾ നിറയുന്ന ആശ്രമത്തിൻ്റെയും പരിസരത്തിൻ്റെയും സ്വച്ഛത തേടി ഒട്ടനവധി ഭക്തർ എന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഗുരുവിൻ്റെ വിപ്ലവമാണ് ആധുനിക കേരളം. വർഷം 1888 മാർച്ച് 11. ജാതിച്ചെളിക്കുണ്ടിൽ പുളഞ്ഞുകിടന്ന കേരളം. ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ക്ഷേത്രപ്രവേശനം പോയിട്ട് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വഴി നടക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഇരുൾക്കാലം. അന്നൊരു ശിവരാത്രി ഒരു 33കാരൻ അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. നിവർന്നത് ശിവലിംഗ സമാനമായ ഒരു കല്ലുമായി. ആ തീരത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠാവകാശം ജന്മസിദ്ധമെന്ന കൊടും കള്ളത്തിൽ ജീവിച്ചിരുന്ന ബ്രാഹ്മണ്യം ഞെട്ടി. അവരോട് അത് നമ്മുടെ ശിവനാണെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മറുപടി. അത് ഒരു പ്രതിഷ്ഠ മാത്രമായിരുന്നില്ല, നവകേരളത്തിൻ്റെ തറക്കല്ലായിരുന്നു. വ്യവസ്ഥിതിയെ മാറ്റിമറിച്ച വിപ്ലവം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന പ്രഖ്യാപനം. ഇരുൾമൂടിയ നാട്ടിലേക്ക് പ്രകാശം പടർന്നു. ഏതെങ്കിലും മതവുമായോ ജാതിയുമായോ തനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഗുരു. മനുഷ്യാണ് മനുഷ്യത്വം. നരജാതിയിൽ പിറന്നവർക്ക് ഒരു ജാതി, മനുഷ്യജാതി. മനുഷ്യന് ഒരു മതം, മനുഷ്യത്വം. ലോകത്തോളം പ്രകാശം പരത്തി നിൽക്കുന്ന മഹാഗുരുവിന് ഇന്ന് ജയന്തി. നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി മാനവ സ്നേഹത്തിന്റെ മഹത്തായ മാതൃക തീർക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം. വർഷങ്ങളായി തുടരുന്ന മതേതരത്വത്തിന്റെ മഹാസന്ദേശമാണ് മലപ്പുറം വളാഞ്ചേരിയിലെ മഞ്ചര മഹാദേവ ക്ഷേത്രത്തിന്റേത്. ഇക്കുറി നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയതോടെ ഇരട്ടി സന്തോഷത്തോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ നബിദിനാഘോഷയാത്രയിൽ മധുരവുമായി എത്തിയത്. ഓണത്തപ്പനെ വരവേൽക്കുന്ന തിരക്കുകൾക്കിടയിലും നബിദിന മധുകൾക്ക് സ്വാഗതം മോദാൻ ക്ഷേത്രം ഭാരവാഹികൾ സമയം കണ്ടെത്തി. കുരുന്നുകൾക്ക് മധുരം നൽകി ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേർന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പോർവിളി നടക്കുന്ന ഈ കെട്ടകാലത്ത് മനുഷ്യ മനസ്സുകളിൽ മതത്തിന്റെ അതിർവരമ്പുകൾ തീർക്കുന്ന ഇരുണ്ട കാലത്ത് മാനവസ്നേഹത്തിന്റെ വെളിച്ചമാവുകയാണ് മഞ്ചറ മഹാദേവ ക്ഷേത്രവും ഭാരവാഹികളും. തുടങ്ങിയിട്ടൊരു 10-15 വർഷമായി ഉണ്ടാവും. മുടക്കം വരുത്താതെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളൊരു ഐക്യമാണ് എല്ലാവരും. സമൂഹത്തിന്റെ പല കോണുകളിലും മതം പറഞ്ഞ് വേലിക്കെട്ടുകൾ ഉയരുമ്പോഴും മഞ്ചറ മഹാദേവ ക്ഷേത്രം തങ്ങളുടെ പതിവ് തെറ്റിക്കുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നുപോയ നബിദിന ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം അധികാരികൾ മധുരം വിളമ്പി. ക്ഷേത്രം ഭാരവാഹികളുടെ മധുരം സ്വീകരിച്ച കുരുന്നുകളും ഉസ്താദുമാരും നാട്ടുകാരും ക്ഷേത്രം കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് റാലിയുമായി മുന്നോട്ട് നീങ്ങി. ആഘോഷങ്ങൾക്ക് മതേതരത്വത്തിന്റെ മധുരം നൽകുന്നത് തന്നെയാണ് ഈ നാടിന്റെ നന്മ. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് തന്നെയാണ് മലപ്പുറത്തിന്റെ റിയൽ സ്റ്റോറി. ന്യൂസ് 18 തിരൂർ. മലയാളത്തിന്റെ മമ്മൂട്ടിക്ക് ഇന്ന് 74ാം പിറന്നാൾ. 1971 KS സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകളിൽ മുഖം കാണിച്ച ചെറുപ്പക്കാരിൽ നിന്ന് മമ്മൂട്ടിയായി മലയാള സിനിമയെ താങ്ങി നിർത്തുന്നത് അരനൂറ്റാണ്ടിലേറെയാണ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമാ സെറ്റുകളിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് താരരാജാവ്. ഫോട്ടോഗ്രാഫർ ഷാനി അറിയായിരിക്കുമല്ലോ, വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹമാണ് അത് പകർത്തിയിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന് നടക്കാൻ പോകുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഇന്ന് പോയപ്പോൾ ചെന്നൈയിലെ കടൽ തീരത്തിന് സമീപം അവരെടുത്ത ഫോട്ടോയാണത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റണ്ണുകൾ പൂർത്തിയായി. ദീപാവലിക്ക് മുൻപായി സർവീസ് ആരംഭിക്കുമെന്ന് സൂചന. പാട്നയിൽ നിന്ന് ഡൽഹിയിലേക്കാകും ആദ്യ സർവീസ്.
രാജ്യത്തിനുള്ള ദീപാവലി സമ്മാനമായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുക. ഒരു മാസത്തിനുള്ളിൽ ആദ്യ സർവീസ് ആരംഭിക്കുമെന്നാണ് സൂചന. ബീഹാറിലെ പാട്നയിൽ നിന്ന് പ്രയാഗ്രാജ് വഴി ഡൽഹിയിലേക്കാകും ആദ്യ സർവീസ്. 16 കോച്ചുകളുമായി മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടുക. രാജധാനി എക്സ്പ്രസിന്റെ പകുതി സമയം കൊണ്ട് ഇത് സർവീസ് പൂർത്തിയാക്കും. 23 മണിക്കൂറാണ് രാജധാനി എക്സ്പ്രസിന്റെ റണ്ണിംഗ് ടൈം. എന്നാൽ വന്ദേ ഭാരത് ഇത് 11.5 മണിക്കൂർ മതി. രാത്രി 8 മണിക്ക് പാട്നയിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുകയെന്നാണ് സൂചന. പുലർച്ചെ 7:30 ഡൽഹിയിൽ എത്തിച്ചേരും. നിലവിലുള്ള വന്ദേ ഭാരത് പാസഞ്ചർ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലീപ്പറുകൾ രാത്രിയും സർവീസ് നടത്തും. അഹമ്മദാബാദ്, മുംബൈ, ഹൗറ, പൂനെ, സിക്കന്ദരാബാദ് സർവീസുകളും ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. കേരളത്തിൽ 2ാം ഘട്ടത്തിലാകും സ്ലീപ്പർ ട്രെയിനുകൾ എത്തുക. തിരുവനന്തപുരം, ബംഗളൂരു, തിരുവനന്തപുരം, മംഗളൂരു റൂട്ടുകളാണ് പരിഗണനയിൽ. പൊതുമേഖലാ സ്ഥാപനമായ BEML, ICF സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. AC ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ടയർ, തേർഡ് ടയർ കോച്ചുകൾ ട്രെയിനിൽ ഉണ്ടാകും. റീഡിംഗ് ലൈറ്റ്, ലാപ്ടോപ്പ് ചാർജിംഗ്, പൊതു അനൗൺസ്മെന്റ്, വിഷ്വൽ ഇൻഫോ സിസ്റ്റം, സുരക്ഷാ ക്യാമറകൾ, മോഡലാർ പാൻട്രി, ഭിന്നശേഷി സൗഹൃദ ബർത്തുകൾ, ടോയ്ലറ്റുകൾ എന്നിവയാണ് വന്ദേ ഭാരത് സ്ലീപ്പറിലെ സൗകര്യങ്ങൾ. ഫസ്റ്റ് AC കോച്ചുകളിൽ ചൂടുവെള്ളം വരുന്ന ഷവറുകളുമുണ്ടാകും. രാജധാനിയേക്കാൾ 10 മുതൽ 15% വരെ വന്ദേ ഭാരത് സ്ലീപ്പറുകളിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിമാനത്താവളത്തിൽ മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് 1 ലക്ഷം രൂപയിലേറെ പിഴ. ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. 15 സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടിയുടെ കൈവശമുണ്ടായിരുന്നത്. വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയ്ക്ക് പോയത്. ഈ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തനിക്കുണ്ടായ അനുഭവം സദസ്സുമായി പങ്കുവച്ചത്. മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്നും താരം പറഞ്ഞു. 1980 ഓസ്ട്രേലിയൻ ഡോളറാണ് പിഴ ചുമത്തിയത്. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ സംഭവം നടന്ന ദിവസത്തെ ദൃശ്യങ്ങളും നവ്യ ഹാസ്യരൂപേണ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. തൂത്തുക്കുടിയിൽ മത്സ്യവില കുതിച്ചുയരുന്നു. ഓണത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ഡിമാൻഡ് ഉയർന്നതോടെയാണ് വില വർധന. തുറമുഖത്തിൽ ഇന്നലെ മുതൽ കച്ചവടക്കാരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. കനത്ത മഴയ്ക്ക് ശേഷം ട്രോളിംഗ് നിരോധനം പിൻവലിച്ചതോടെ മത്സ്യങ്ങളുടെ ലഭ്യതയും ഉയർന്നു. അതേസമയം US ചുമത്തിയ പിഴത്തീരുവ നിലവിൽ വന്നതോടെ കയറ്റുമതി ചെയ്യുന്ന മത്സ്യങ്ങളുടെ വില ഇടിഞ്ഞു. ഇതിൽ നിന്നുണ്ടായ ഭീമമായ നഷ്ടം തദ്ദേശ മാർക്കറ്റ് കൊണ്ട് നികത്താമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കിലോ 700 இந்த ரேஞ்சில் சைஸ் தந்தால போகுது. ஊழி 600, 500, 400, சின்ன சைஸ் 300 இந்த சைஸில் போகுது. கடவரால் 500, 400 போகுது. குருவலை 400 ரூபா, கேரை 300, 250, 150 இந்த ரேஞ்சில் போகுது. எல்லா மீனும் விலை மீன் 500, 400 இது போகுது. ஆனால் திடீர்னு எக்ஸ்போர்ட் மீன் விலை திடீர்னு குறைஞ்சிட்டு ஒரு 10,000 போன பொருள் 6,000 போகுது, 5,000 போகுது. கலவா, பண்டாரி, தம்பா, புள்ளி கலவா, புள்ளி மூஞ்சா, மழுவா இந்த மீன் ஃபுல்லா எக்ஸ்போர்ட். இந்த எக்ஸ்போர்ட் வேலை இன்னைக்கு இல்லாம போயிட்டு திடீர்னு என்ன விவரம்னு எங்களுக்கு தெரியல. இனிமேதான் தெரியும். ഇന്ന് ഇന്ത്യയിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലെത്തുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസമാണിത്. നാളെയും ഇത് കാണാൻ സാധിക്കുമെന്നാണ് സൂചന. ഭൂമിയുടെ നിഴൽ ചന്ദ്രോപരിതലത്തിൽ വീഴുന്നത് കാരണം ചന്ദ്രൻ കടും ചുവപ്പ്, ഓറഞ്ച് നിറത്തിലാകും ഇന്ന് ദൃശ്യമാവുക. ബ്ലഡ് മൂൺ എന്നും ഈ പ്രതിഭാസം അറിയപ്പെടുന്നു. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. രാത്രി 11:41 ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കപ്പെടുക. 8-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 22 മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറിത്തുടങ്ങും. 2:25 ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും. ഗ്രഹണം 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടുനിൽക്കും. ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും. രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും. സെപ്റ്റംബർ 10 യോഗം. 2026 അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. ഇവിടങ്ങളിൽ ഈ വർഷം അവസാനം ഈ പ്രക്രിയ ആരംഭിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. തന്നെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞുവെച്ചുവെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. കൊച്ചി പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് നടപടിയെന്ന് സനൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അറസ്റ്റ് വാറന്റും വിധിയും കുറ്റപത്രവും ഇല്ലാതെയാണ് തടഞ്ഞുവെച്ചതെന്നാണ് ആരോപണം. അതേസമയം മഞ്ജു വാര്യരുടെ പരാതിയിൽ സനൽകുമാറിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു.
സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കുമെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇയാളെ കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. മഞ്ജു വാര്യരുടെ പരാതിയിലാണ് നടപടിയെന്നും കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കിൾ അത് എലമക്കര കേസുമായി ബന്ധപ്പെട്ടാണ് അത് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് എടുക്കും. കാസർഗോഡ് പനത്തടി പാറക്കടവിൽ മകൾക്കും ബന്ധുവിനും നേരെ ആസിഡ് ആക്രമണം നടത്തിയ പിതാവ് അറസ്റ്റിൽ. കർണാടക കരിക്കെ ആനപ്പാറയിലെ KC മനോജിനെയാണ് രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാറക്കടവിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രിയാണ് 17 വയസ്സുള്ള മകളുടെയും ബന്ധുവായ 10 വയസ്സുകാരിയുടെയും ദേഹത്ത് മനോജ് ആസിഡ് ഒഴിച്ചത്. മനോജും ഭാര്യയും കുറച്ചുകാലമായി പിണങ്ങി താമസിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത്. അതിനെ തുടർന്നുണ്ടായ വിരോധം കാരണം സ്വന്തം മകളുടെയും സഹോദരന്റെ 10 വയസ്സുള്ള മകളുടെ ദേഹത്തും ഇയാൾ ആസിഡ് ഒഴിക്കുകയായിരുന്നു. എറണാകുളത്ത് 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവ് പിടികൂടി. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പൂക്കാട്ടുപടി ഭാഗത്ത് വെച്ചാണ് ബംഗാൾ രജിസ്ട്രേഷനിലുള്ള ആഡംബര കാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ബംഗാൾ സ്വദേശികളായ ആഷിഖ് ഇക്ബാൽ, അലംകീർ സർദാർ, സോഹയൽ റാണ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 22 ഗ്രാം മെത്തഫിറ്റമിൻ പിടിച്ചെടുത്തു. ബാംഗ്ലൂർ എറണാകുളം പാതയിൽ ഓടുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് മാരക മയക്കുമരുന്ന് പിടിച്ചത്. പാലക്കാട് IBM വാളയാർ ചെക്ക് പോസ്റ്റ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നടപടി. മെത്തഫിറ്റമിൻ കടത്താൻ ശ്രമിച്ച എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നിതീഷ് ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി ചേരാനെല്ലൂരിൽ കാറിടിച്ച് പരിക്കേറ്റ കുതിര ചത്തു. ഇന്നലെ രാത്രിയാണ് അശ്രദ്ധമായ കുതിരസവാരിയെ തുടർന്ന് കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ അപകടം ഉണ്ടായത്. കാറിടിച്ച് കുതിരയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിന് ശേഷം 2 മണിക്കൂറോളം റോഡിൽ കിടന്ന കുതിരയെ പിന്നീട് മണ്ണുത്തിയിലെ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഫത്തഹുദ്ദീൻ എന്നയാളാണ് കുതിരപ്പുറത്തുണ്ടായിരുന്നത്. റിഫ്ലക്ടർ പോലും ഇല്ലാതെയാണ് നിയമം ലംഘിച്ച ഇയാൾ രാത്രി കുതിരസവാരി നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഇവനൊക്കെ വർത്താനം കേട്ട് ഇവന്റെ ഒക്കെ കുതിര പോലെ കൊടുത്ത് വളർത്തി വലുതാക്കിയിട്ട് മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ വൈകിട്ട് 7:20ഓടെയാണ് പുലി എത്തിയത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം എത്തിയ പുലി കൂട്ടിൽ കയറാതെ മടങ്ങി. പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. KCLൽ ഇന്ന് കലാശപ്പോര്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കൊല്ലം സെയിലേഴ്സുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിയിൽ കാലിക്കറ്റിനെ 15 റൺസിന് തോൽപ്പിച്ചാണ് കൊച്ചി ഫൈനലിലെത്തിയത്. നിലവിലെ ചാമ്പ്യന്മാരാണ് എതിരാളികളായ കൊല്ലം സെയിലേഴ്സ്. പല്ലശ്ശനക്കാർ ഓണം തല്ലിയാണ് ആഘോഷിക്കുന്നത്. ഇക്കുറിയും ആ പതിവ് തെറ്റിച്ചില്ല. പല്ലശ്ശന നാടുവാഴിയായ കുറൂർ നമ്പുടിയെ സാമൂതിരിയുടെ സാമന്തനായ കുതിരവട്ടം നായർപ്പട ചതിയിൽ വെട്ടിക്കൊന്നു. ഇതിൽ ക്ഷുഭിതനായ പല്ലശ്ശനക്കാർ ഒന്നടങ്കം കുതിരവട്ടം നായർക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ഓണത്തല്ല് എന്നാണ് ഐതിഹ്യം. തിരുവോണ ദിവസം 7 കുടി സമുദായക്കാർ കളരിയിൽ നിന്നും 1 കുടിക്കാർ തല്ലുമന്തം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് തല്ലിനായി അണിനിരന്നുവരിക. അവിട്ടം ദിനത്തിൽ നായർ സമുദായത്തിലെ കിഴക്കുമുറിക്കാരും പടിഞ്ഞാറുമുറിക്കാരും തമ്മിലാണ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ തല്ല് നടക്കുന്നത്. കിഴക്കുമുറിക്കാർ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുകൂടിയും പടിഞ്ഞാറുമുറിക്കാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടിയുമായാണ് തല്ലിനായി എത്തുന്നത്. ഭസ്മക്കുറിയിട്ട് നിറയോട്ടം നടത്തിയ ശേഷം തല്ലാരംഭിക്കും. തല്ലുകൊള്ളുന്ന ആളിന്റെ 2 കൈകളും കാരണവന്മാർ ഉയർത്തിപ്പിടിച്ചു. അതിനുശേഷമായിരുന്നു ആചാരപ്രകാരം മുതുകത്ത് തല്ല്. തുടർന്ന് ആർപ്പുവിളിയോടെ എല്ലാവരും കൂടി ക്ഷേത്രക്കുളത്തിലേക്കെത്തി. കുളത്തിലെ സ്നാനത്തിനും ശയനപ്രദക്ഷിണത്തിനും ശേഷമാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. ന്യൂസ് 18 പാലക്കാട്. ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചയിലേക്ക് മിഴി തുറക്കുകയാണ് കോട്ടയം. പ്രകൃതി ഒരുക്കിയ പൂക്കളമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത. കോട്ടയത്തെ ആമ്പൽ വസന്തം ഈ മാസത്തോടെ അവസാനിക്കും. 3 ഇടങ്ങളിലാണ് ഇത്തവണ ആമ്പൽ പൂക്കാലം സഞ്ചാരികളെ വരവേറ്റത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
പ്രകൃതി ഒരുക്കുന്ന പൂക്കളം. ഓണക്കാലത്ത് കോട്ടയത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണ്. ഈ കാഴ്ച കാണാൻ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ഇടത്തേക്കും എത്തുന്നത്. മലരിക്കൽ, കൊല്ലാട്, അമ്പാട്ടുകടവ്, ഈ മൂന്നിടങ്ങളാണ് ഇത്തവണ കോട്ടയത്തെ ഹീറോസ്. ആമ്പൽ വസന്തം കൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വരെയുള്ള സഞ്ചാരികളുടെ മനസ്സ് കവർന്ന ഗ്രാമങ്ങൾ. മലരിക്കലിൽ തിരുവായ്ക്കരി പാടത്താണ് 850 ഏക്കറിൽ ആമ്പൽ പൂത്തുലഞ്ഞത്. സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയ ഇടം. വിശാലമായ പാടമായതുകൊണ്ട് തന്നെ വള്ളങ്ങളും ധാരാളമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ആമ്പൽ വസന്തത്തിന് പേരുകേട്ട ഇടമാണ് കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ വസന്തമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. VIP-കൾ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ ഓഫീസിൽ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അനിലേട്ടൻ്റെ ഈ ഒരു ട്രിപ്പിനെ പറ്റിയിട്ട്. ഓൾറെഡി അല്ല തന്നെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ യൂട്യൂബിലും മറ്റുമുണ്ട്. നന്നായിരുന്നു. ഞങ്ങൾ ഒരു 6:30 മുന്നേ തന്നെ വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ വെല്ലിൻ ടൈമിലായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഒരു പോസിറ്റീവ് വൈബ് അവിടെ വരുമ്പോൾ. പിന്നെ ആമ്പലെ കാണുമ്പോഴും പൂക്കളെ കാണുമ്പോഴും നല്ല കളർഫുൾ ആണല്ലോ. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എല്ലാം ഇൻസ്റ്റയിലൊക്കെ കണ്ട് കൊതിച്ചിരുന്ന് ഞങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നതാ. ഈ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരെയേ ഉള്ളു. ഇത് പുഞ്ചകൃഷിയുള്ള പാടമാണ്. ആ പാടത്ത് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേന് വെള്ളം വറ്റിച്ച് ഇത് കൃഷി തുടങ്ങും. ഒരു 10 പതിറ്റാണ്ടായിട്ട് ഇവിടെ ഈ ആമ്പൽ വസന്തമുള്ള സ്ഥലമാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിന് തൊട്ട് താഴെയുള്ള അമ്പാട്ടുകടവാണ് പ്രകൃതി കാഴ്ചയൊരുക്കിയ മറ്റൊരു കേന്ദ്രം. ചിങ്ങവനം പുതുപ്പള്ളി റോഡിന് ഇരുവശവുമായുള്ള മനോഹരമായ കാഴ്ച ആമ്പൽ പ്രേമികളെ ഇവിടേക്ക് എത്തിക്കുന്നു.